നമസ്കാരം. തീർത്ഥപഥങ്ങളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അവറുവേലിൽ ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. പത്തനംതിട്ട ജില്ലയിലെ അടൂരിലെ പറക്കോടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഐതിഹ്യങ്ങളും വിശേഷങ്ങളും നമുക്ക് തീർത്ഥപഥത്തിലൂടെ കാണാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. അമ്മേ നാരായണ നമോ, ദേവി നാരായണ നമോ, ലക്ഷ്മി നാരായണ നമോ, ഭദ്രേ നാരായണ നമോ. ഉഗ്രരൂപിണിയും ദാരികാനിഗ്രഹം കഴിഞ്ഞു വരുന്ന ഭാവത്തിൽ നിൽക്കുന്ന ശ്രീ ഭദ്രകാളി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പറക്കോട് അവറുവേലിൽ ശ്രീ ഭദ്രകാളി ദേവീ ക്ഷേത്രം. സർവേശ്വരി രുദ്രേ അഘോരമൂർത്തി നീ, തെറ്റുകളെല്ലാം പൊറുക്കണേ കൊടുങ്ങല്ലൂരിലെ ശ്രീഭദ്രേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നാട്ടിൽ വസൂരി എന്ന മഹാവ്യാധി പടർന്നു പിടിച്ച് ധാരാളം ആളുകൾ മരണമടയുകയുണ്ടായി. ദേവീകോപം കാരണമാണ് ഈ രോഗം പടർന്നു പിടിച്ചതെന്ന് അക്കാലത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ പറക്കോട് പ്രദേശത്ത് ദേവീക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇക്കാലത്ത് പ്രസിദ്ധമായ അവറുവേലിൽ കുടുംബത്തിലെ കാരണവർ ഒരു ദൂതനെ അയച്ച് കൊടുങ്ങല്ലൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ബ്രാഹ്മണനെ വരുത്തി ഇതിന് പരിഹാരമായി വേണ്ട പൂജാതി കർമ്മങ്ങൾ നടത്തി. പൂജാതി കർമ്മങ്ങളുടെ ഫലമായി വസൂരി എന്ന മഹാമാരിക്ക് പരിഹാരമുണ്ടായി. ഈ മഹാരോഗത്തിൽ നിന്ന് നാടിനെ രക്ഷപ്പെടുത്തിയ ബ്രാഹ്മണ യുവാവ് മടങ്ങിപ്പോകുമ്പോൾ ഈ തറവാട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുകയുണ്ടായി. കൊടുങ്ങല്ലൂരിലെത്തി ബ്രാഹ്മണന്റെ കുടുംബത്തിൽ താമസമാക്കി. മകൻ ജനിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ ബ്രാഹ്മണൻ മരണമടയുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ബ്രാഹ്മണ കുടുംബത്തിൽ വിധവകൾ താമസിക്കുന്നത് ദോഷമായി കരുതിയിരുന്നു. തുടർന്ന് അവിടുത്തെ ജീവിതം ദുരിതത്തിലായ സ്ത്രീ കുട്ടിയെയും എടുത്ത് ക്ഷേത്രത്തിൽ പോയി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും നാട്ടിൽ തന്റെ കുടുംബത്തിലെത്തണമെന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. ഒരു ദിവസം ക്ഷേത്രയാത്രയിൽ മകനുമൊത്ത് വിഷമിച്ചിരിക്കുമ്പോൾ കൊടുങ്ങല്ലൂർ ദേവി ഒരു മുത്തശ്ശിയുടെ രൂപത്തിൽ ഇവരുടെ അടുത്തെത്തി. മകളെ, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ നാട്ടിലുള്ള തറവാട്ടിലേക്ക് പോകുന്നതിന് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുകയുണ്ടായി. അടുത്ത ദിവസം തന്നെ കൊടുങ്ങല്ലൂർ ദേവിയുടെ രക്ഷാഭടന്മാരെയും ഭൂതഗണങ്ങളെയും കൂട്ടി പറക്കോട്ടുള്ള അവറുവേലിൽ തറവാട്ടിലേക്ക് യാത്ര തിരിച്ചു. കൂടെ വന്ന അമ്മയും മകനെയും തറവാട്ടിലേക്ക് പൊയ്ക്കോളാൻ നിർദ്ദേശിച്ച ശേഷം ഞാൻ ഈ കളരിയിൽ വിശ്രമിച്ചു കൊള്ളാമെന്ന് പറയുകയുണ്ടായി. തറവാട്ടിൽ കയറി വന്ന് മകളിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞ കുടുംബകാരണവരും കുടുംബാംഗങ്ങളും മുത്തശ്ശിയെ സ്വീകരിക്കാനായി കളരിയിലെത്തിയപ്പോൾ മുത്തശ്ശിയെ അവിടെ കാണാൻ സാധിച്ചില്ല. തറവാട്ടിലേക്ക് വരാതെ കളരിയിൽ വിശ്രമിച്ച മുത്തശ്ശി കൊടുങ്ങല്ലൂർ ദേവിയാണെന്ന് മനസ്സിലാക്കി ദേവിയെ ഇവിടെ കുടിയിരുത്തി. തുടർന്ന് ദേവിയുടെ രക്ഷാഭടന്മാരായി വന്ന ഭൂതഗണങ്ങളെ അവറുവേലിൽ കളരിക്ക് ചുറ്റിലും കാവിലും മലനടയിലുമായി ഉപദേവതകളായും കുടിയിരുത്തി. ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഈ ക്ഷേത്രം ഉഗ്രരൂപിണിയും ദാരികാനിഗ്രഹം കഴിഞ്ഞു വരുന്ന ഭാവത്തിൽ നിൽക്കുന്ന ശ്രീ ഭദ്രകാളി ദേവി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. പറക്കോട് അവറുവേലിൽ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പ്രദേശത്തെ ഒരു വലിയ നായർ തറവാടായിരുന്നു അവറുവേലിൽ കുടുംബം. ആ കാലത്ത് പ്രാദേശികമായി ഉണ്ടാകുന്ന രോഗങ്ങളെ മറ്റ് കാര്യങ്ങളിലെല്ലാം തന്നെ ഈ കുടുംബത്തിലെ കാരണവർ ശ്രദ്ധിക്കുകയും അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു വസൂരി പടർന്നു പിടിച്ചു.
ഈ പ്രദേശത്ത്. ആ വസൂരി രോഗം വന്നു കഴിഞ്ഞപ്പോൾ ദേവീകോപമാണ് എന്നാണ് അന്നത്തെ ജനങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം കൂടി കുടുംബത്തിലെ കാരണവരെ വന്ന് കണ്ടു. ഇതിന് പരിഹാരമായി ഇതിൻ്റെ പൂജാതി കർമ്മങ്ങൾ നടത്തിയെങ്കിലേ പറ്റൂ, അതിന് വേണ്ടുന്ന ഒരു ബ്രാഹ്മണനെ കണ്ടെത്തി അത് നടത്തണം എന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങളെല്ലാം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഈ പ്രദേശങ്ങളിലൊന്നും ദേവീക്ഷേത്രങ്ങളില്ല. അപ്പോൾ പിന്നെ ഈ ക്ഷേത്രങ്ങളിലെ ഒരു പൂജാരി എന്നുള്ള നിലയിൽ ഇവിടെ വന്ന് താമസിച്ച് പൂജ നടത്താൻ പറ്റുന്ന ഒരാളിനെ അന്വേഷിക്കുകയും കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ നിന്നൊരു പൂജാരിയും പൂജാരിയുടെ പരിവാരങ്ങൾ സഹിതം ഇവിടെ വന്ന് ഒരു 6 മാസക്കാലത്തോളം ഇവിടെ പൂജ നടത്തി ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള എല്ലാ പ്രദേശങ്ങളിലെയും ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ രോഗം ഭേദമാവുകയുണ്ടായി. അതിനുശേഷം പൂജാരി മടങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം ഈ കുടുംബത്തിലെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അവരെയും കൂട്ടിയാണ് പോയത്. 5-6 മാസം ഇവിടെ താമസം ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ചെന്ന് അദ്ദേഹം അവിടെ അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നു. അമ്പലത്തിലെ ശാന്തിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ജനിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തോ അസുഖം വന്നങ്ങ് മരിച്ചു. അപ്പോൾ ആ കാലത്ത് ബ്രാഹ്മണ കുടുംബങ്ങളിൽ വിധവകളെ താമസിപ്പിക്കുന്നത് ദോഷമാണെന്നുള്ള നിലയിലായിരുന്നു അവർ കണക്കാക്കിയിരുന്നത്. ഇവർക്ക് അവിടെ ജീവിതം അമ്മയ്ക്കും മകനും വളരെ ബുദ്ധിമുട്ടായി. അങ്ങനെ വന്ന ഒരു കാലത്ത് ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്ന് എല്ലാ ദിവസവും ദേവിയെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും തൻ്റെ ബുദ്ധിമുട്ടുകൾ അവിടെ കരഞ്ഞു പറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ദേവി ഒരു മുത്തശ്ശ രൂപത്തിൽ ഈ അമ്മയും മകൻ്റെ അടുത്ത് എത്തുകയും ഒരേ ക്ഷേത്രത്തിൽ വന്ന സമയത്ത് അവരോട് പിന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം, നിങ്ങളെ ഞാൻ നാട്ടിലെത്തിക്കാം, അതിന് സഹായിക്കാമെന്ന് പറഞ്ഞ് അടുത്തൊരു ദിവസം പോകാനുള്ള ചർച്ചകളൊക്കെ നടത്തി അവർ തീരുമാനമെടുത്തു. അങ്ങനെ കൊടുങ്ങല്ലൂർ ദേവിയുടെ ഭൂതഗണങ്ങളും പിന്നെ ദേവിയുടെ സംരക്ഷകരുടെ ഭൂതഗണങ്ങളും മറ്റ് ആൾക്കാരും പടയാളികളും ഒക്കെ ആയി തന്നെ ഇവിടോട്ട് പറക്കോട്ടോട്ട് തിരിച്ചു. ഒരാഴ്ചക്കാലത്തെ യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തിയതിന് ശേഷം അമ്മയും മകനും മേലേസുള്ള മുകളിലുള്ള വീട്ടിൽ കുടുംബത്തിലോട്ട് പോയിക്കോളാൻ പറഞ്ഞ് ഞാൻ ഇവിടെ വിശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് ഈ കളരിയിൽ ഇരുന്നു. അന്നുകൊണ്ട് ആ കളരിയിലിരുന്നു. ഇവർ അവിടെ ചെന്ന് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ആ മുത്തശ്ശിയെ സ്വീകരിക്കുന്നതിനായി വന്നപ്പോൾ ഇവിടെ ഇല്ല, കാണുന്നില്ല. അപ്പോൾ പിന്നെ പ്രശ്നമൊക്കെ വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായി കൊടുങ്ങല്ലൂർ അമ്മയാണ് ഈ വന്നത് എന്ന്. അതനുസരിച്ച് പിന്നെ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തി കൊടുങ്ങല്ലൂരമ്മ ഇനി ഇവിടുന്ന് പോകുന്നില്ല, ഞാനിവിടെ അടുത്താണ് തങ്ങുന്നു എന്ന് പറയുകയും അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായത്. അത് പിന്നീട് വർഷങ്ങളായി ഇങ്ങനെ ഇതിൻ്റെ കുടുംബത്തിൻ്റെ പ്രതാപമൊക്കെ പോയി ക്ഷേത്രം ഇങ്ങനെ അതപ്പതിച്ചിങ്ങനെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ പിന്നീട് വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ബുദ്ധിമുട്ടും പ്രശ്നവും ദാരിദ്ര്യമൊക്കെ ആയപ്പോൾ ഇതെന്താണെന്ന് ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ദേവിയുടെ കോപമാണെന്നും ദേവിക്ക് അതിന് വേണ്ടുന്ന ക്ഷേത്ര സംരക്ഷണം ഇല്ലെന്നും അതിൻ്റെ നാട്ടുകാരോടും വീട്ടുകാരോടുമുള്ള ഒരു അനിഷ്ടം ദേവി പ്രകടിപ്പിച്ചതാണ് ഈ ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്ന് മനസ്സിലാക്കി. തുടർന്ന് ഞാനും ഞങ്ങളുടെ കുടുംബത്തിലെ വലിയ സെക്രട്ടറിയാണ്. ഞങ്ങൾ രണ്ടുപേരോടെ ചേർന്ന് കഴിഞ്ഞ 30 വർഷമായി ഞങ്ങൾ രണ്ടുപേരും പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പം ഈ ക്ഷേത്രം ഈ രീതിയിൽ നിർമ്മിച്ച് ഭദ്രകാളി ദേവിയുടെ എല്ലാ പൂജകളും നടത്തുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ഇപ്പം പുനഃപ്രതിഷ്ഠ നടത്തിയിട്ട് 1 വർഷമായി. രാവിലെ അഭിഷേകത്തോടെയാണ് അവർവേലിൽ ക്ഷേത്രത്തിൽ പൂജകൾ തുടങ്ങുന്നത്. തുടർന്ന് നിർമാല്യം, ഗണപതി ഹോമം, ഉഷപൂജ തുടങ്ങി നിത്യപൂജയുള്ള ക്ഷേത്രമാണിത്. മാടൻ സ്വാമി, ഗണപതി, മൂർത്തി, രക്ഷസ്, യക്ഷിയമ്മ, ശിവൻ,
ദുർഗ, മഹാവിഷ്ണു, ശാസ്താവ്, നാഗരാജാവ് എന്നിവർ ഉപദേവതകളായും ഈ ക്ഷേത്രത്തിലുണ്ട്. രാവിലെ 5 മണിക്ക് നട തുറക്കും. 5 മണിക്ക് അഭിഷേകം, നിർമ്മാല്യം. 6 മണിക്ക് ഗണപതി ഹോമം. ഗണപതിക്ക് ശേഷം ദേവിക്ക് രാവിലെ 7 മണിക്ക് ഉഷപൂജ. 10 മണിക്ക് ഉച്ചപൂജ. അതിനുശേഷം വൈകിട്ട് 4 മണിക്ക് 4:30 നട തുറക്കും. പദപൂജകളും വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, നടയടയ്ക്കും. ഈ ക്ഷേത്രത്തിലെ ഉപദേവതകൾ ഗണപതി, ശിവഭഗവാന്, ദുർഗ, വിഷ്ണു, ധർമ്മശാസ്താവ്, മൂർത്തി, ബ്രഹ്മരക്ഷസ്, ലക്ഷ്യമ്മ, മാടൻ സ്വാമി, നാഗരാജാവ്, നാഗക്ഷമ്മ. ഇവർക്ക് വിശേഷം ലക്ഷ്യമ്മയ്ക്ക് എല്ലാ വെള്ളിയാഴ്ചയും മറയും കരിക്കും. മാടസ്വാമിക്ക് മാടനൂട്ടി ശനിയാഴ്ച, നാഗരാജാവിന് എല്ലാ മലയാള മാസവും ആയില്യം പൂജ. പത്തനംതിട്ട ജില്ലയിലെ അടൂർ പറക്കോടുള്ള ഈ അപർവേലിൽ ഭദ്രകാളി ദേവി ക്ഷേത്രം ഏഴംകുളം ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം കൂടിയാണ്. ഏഴംകുളം ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് ഈ ക്ഷേത്രം. അപ്പോൾ ഏഴംകുളം ക്ഷേത്രത്തിൽ കുംഭപ്പള്ളി ഉത്സവത്തിന് മുന്നോടിയായി ഇവിടെ നിന്ന് 1 മാസം മുൻപ് ഇവിടെ മാടനെ, മറുത, യക്ഷി എല്ലാവരെയും ഉണർത്തി അവർക്ക് ആഹാരം കൊടുത്ത് കൂട്ടുകൊടുത്ത് അവരെ ഒരുക്കി നിർത്തും. കുംഭഭരണി ഉത്സവത്തിൻ്റെ തലേ ദിവസം ഇവിടെ നിന്ന് മലപ്പുഴയായിട്ട് അവരെല്ലാം അവിടെ കൊണ്ടുവിടും. അവിടെ ഉത്സവം ഭദ്രമായി നടത്തുന്നതിന്, ദേവിയെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ഭൂതഗണങ്ങളെല്ലാം അവിടെ കൊണ്ടുവിടും. അങ്ങനെ ഒരു ദിവസം അവിടെ കൊണ്ടുപോകുന്നുണ്ട്. അതിന് മലപ്പുഴ എന്നാണ് പറയുന്നത്. അരമണി പൊന്മണി ചാർത്തിയ ദേവി, അരികളെയാകെ അറിഞ്ഞൊരു ദേവി, അമ്മേ കാവിലമ്മേ. കടമിഴികളിൽ ഒളിച്ചിതറും ദേവി, കഴലിന കാണുവണങ്ങാം ദേവി, അമ്മേ കാവിലമ്മേ. ജഗദീശ്വരിയാണ് കൂട്ട്, തിരുദർശനം അമ്മേ കാട്ട്. ജഗദീശ്വരിയാണ് കൂട്ട്, തിരുദർശനം അമ്മേ കാട്ട്. കൊടുങ്ങല്ലൂരിൽ അമ്മേ. അരമണി പൊന്മണി ചാർത്തിയ ദേവി, അരികളെയാകെ അറിഞ്ഞൊരു ദേവി, അമ്മേ കാവിലമ്മേ. കടമിഴികളിൽ ഒളിച്ചിതറും ദേവി, കയലിന കാണുവണങ്ങാം ദേവി, അമ്മേ കാവിലമ്മേ. ആനന്ദ് ട്രാവൽസ് കഴിഞ്ഞ 36 വർഷമായി UK മലയാളി സമൂഹത്തോടൊപ്പം വളർന്ന നിങ്ങളുടെ സ്വന്തം ട്രാവൽ ഏജൻസി. സ്പെഷ്യൽ ഓഫർ ടിക്കറ്റുകൾക്കും ഹോളിഡേ പാക്കേജുകൾക്കുമായി വിളിക്കുക 020-85484897. ഇമെയിൽ info@anandtravel.com. ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട 2 ചടങ്ങുകളാണ് ദേവി ഭാഗവത നവാഹയജ്ഞവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും. ഇതിൽ നവാഹയജ്ഞം എന്താണെന്ന് നമുക്കൊന്നറിയണ്ടേ? മള്ളിയൂർ ഭാഗവത ഹംസം ശങ്കരൻ നമ്പൂതിരിയുടെ ശിഷ്യനായ പള്ളിക്കൽ സുനിൽ അവരുടെ വാക്കിലൂടെ നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സൂര്യപൂജിതേ ശംഖചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. 3 ദേവിമാരെയാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. ദുർഗാദേവി, മഹാലക്ഷ്മി, സരസ്വതി ദേവി. ഈ 3 ദേവിമാരെ 3 ദിവസം വീതം പ്രാർത്ഥിക്കുന്ന മഹത്തായ ചടങ്ങാണ്, ഉപാസനയാണ്, യാഗമാണ് ശ്രീ മഹാദേവി ഭാഗവത നവാഹയജ്ഞം. അഹസ് എന്ന വാക്കിൻ്റെ അർത്ഥം പകൽ എന്നാണ്. നവ അഹസ്സുകൾ 9 പകലുകളാണ്
നവാഹം എന്ന ഒറ്റ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. 3 ദിവസം ദുർഗാദേവിയെയും 3 ദിവസം മഹാലക്ഷ്മി ദേവിയെയും 3 ദിവസം സരസ്വതി ദേവിയെയും പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം, ഐശ്വര്യം, വിദ്യ. ആരോഗ്യം നൽകാൻ ദുർഗാദേവി, ഐശ്വര്യം നൽകാൻ ലക്ഷ്മി ദേവി, വിദ്യ നൽകാൻ സരസ്വതി ദേവി. ഈ 3 ദേവിമാരോടൊപ്പമാണ് 3 ദേവന്മാരുമുള്ളത്. ആരാണത്? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. ബ്രഹ്മദേവനോടൊപ്പം സരസ്വതി ദേവി, മഹാവിഷ്ണുവിനോടൊപ്പം മഹാലക്ഷ്മി, പാർവതി ദേവിയോടൊപ്പം പരമശിവൻ. തിരിച്ചും പറയാമെന്ന് പറയും. ദേവി ഭാഗവത്തിൽ പറയും, എപ്പോഴും എൻ്റെ പുരുഷൻ്റെ പേര് ചേർത്തേ എൻ്റെ നാമം ജപിക്കാവൂ. അങ്ങനെയാണ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് പറയുന്നത്. ദേവിമാർ 3 ഒറ്റയ്ക്ക് താമസിക്കുന്നവരല്ല. സരസ്വതി ദേവിയോടൊപ്പം പിരിയാതെ ബ്രഹ്മദേവനും, മഹാലക്ഷ്മിയോടൊപ്പം പിരിയാതെ മഹാവിഷ്ണുവും, പാർവതി ദേവിയോടൊപ്പം പിരിയാതെ മഹാദേവനുമുണ്ട്. ഈ 3 ദേവിമാരെ പ്രീതിപ്പെടുത്തുമ്പോൾ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ വൈശിഷ്ട്യത്തിൽ നമുക്ക് 3 ദേവീ ദേവന്മാരെ ലഭിക്കുന്നു. ഒപ്പം പാർവതി പരമേശ്വരന്മാരുടെ പ്രിയപ്പെട്ട മകനായി മഹാഗണപതിയും സുബ്രഹ്മണ്യസ്വാമിയും, വിഘ്നനിവാരകനായ ഗണപതിയും, ജ്ഞാനപ്പഴമായ സുബ്രഹ്മണ്യസ്വാമിയും. ഒപ്പമോ പരമശിവന്റെ ബീജത്തിൽ നിന്ന് വന്ന ധർമ്മശാസ്താവ് ഹരിഹര സുതൻ, പരമശിവന്റെ ബീജത്തിൽ നിന്ന് തന്നെ ജനിച്ച ഹനുമാൻ സ്വാമി. അപ്പോൾ വിഘ്നനിവാരകനായ മഹാഗണപതി, ജ്ഞാനപ്പഴമായ സുബ്രഹ്മണ്യസ്വാമി, ഈശ്വരീയ ധർമ്മത്തിൻ്റെ വൈശിഷ്ട്യം എന്താണെന്ന് ലോകത്തിന് അറിയിച്ചു കൊടുക്കാൻ അന്നദാന പ്രഭുവായി, കലിയുഗവരതനായി, മഹാദേവൻ അച്ഛനും അമ്മ മോഹിനിയായി മഹാവിഷ്ണു മാറിയപ്പോൾ അതിൽ നിന്ന് ജനിച്ച അയ്യപ്പസ്വാമി. പിന്നീടോ ശിവശക്തിയായ ഭക്തിയും ശക്തിയും എന്താണെന്ന് ലോകത്തിന് അറിയിച്ചു കൊടുത്ത ഹനുമാൻ സ്വാമി. ഈ ദേവതകളുടെ എല്ലാം സാന്നിധ്യത്തിനാണ് 9 ദിവസം ദേവീ ഭാഗവത നവാഹ യജ്ഞം നടത്തുന്ന വലിയ ചടങ്ങ് ദേവാലയങ്ങളിൽ പണ്ട് മുതലേ ഉണ്ടായത്. ഐശ്വര്യം നമുക്ക് ലഭിക്കണമെങ്കിലും, ആരോഗ്യം ലഭിക്കണമെങ്കിലും, വിദ്യ ലഭിക്കണമെങ്കിലും നമ്മുടെ ധനമോ ഭൗതിക വിദ്യാഭ്യാസമോ പോരാ. സ്കൂളിലും കോളേജിലും പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ജയിക്കാനാണ്. അത് ഓരോ വർഷവും സിലബസ് മാറും. ക്ഷേത്രത്തിൽ വന്നിരുന്ന് പഠിക്കുന്നത് ജീവിതത്തിൽ ജയിക്കാനാണ്. പരീക്ഷയ്ക്ക് തോറ്റ എത്രയോ പേർ ജീവിതത്തിൽ ജയിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ജയിച്ച എത്രയോ പേർ ജീവിതത്തിൽ തോറ്റുപോയിട്ടുണ്ട്. നമുക്കാവശ്യം ജീവിതത്തിലെ ജയമാണ്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിജിയും ശങ്കരാചാര്യരും, ശ്രീരാമകൃഷ്ണ പരമഹംസനും ശാരദാദേവിയും, മാതാ അമൃതാനന്ദമയി ദേവിയും, ഭഗവാൻ സത്യസായി ബാബയും ഒന്നും ഒരു സ്കൂളിലും കോളേജിലും പോയി പഠിച്ചിട്ടുള്ളവരല്ല. അവർ ദേവാലയങ്ങളാകുന്ന സർവകലാശാലകളിൽ നമുക്ക് വിധിക്കപ്പെട്ട മഹത്തായ ദർശനങ്ങൾ കാട്ടിത്തന്നവരാണ്. അതറിയാനും അറിയിക്കാനും സമൂഹത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ലോകം മുഴുവൻ ഒരുമിച്ച് കൂടേണ്ടുന്നത് ദേവാലയങ്ങളിലാണ്. ആ ദേവാലയങ്ങളുടെ തിരുമുറ്റത്ത് വന്നിരുന്ന് നാമം ജപിച്ചവരൊന്നും ഈ മണ്ണിനെ മറന്നിട്ടില്ല. ആ ആരാധനാക്രമങ്ങൾ പാലിച്ചിട്ടുള്ളവരാരും നശിച്ചു പോയിട്ടില്ല. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായെങ്കിലും സൂര്യനെ കാർമേഘം മറയ്ക്കുന്നത് പോലെ ഒരു കാറ്റ് വരുമ്പോൾ ആ കാർമേഘം പോകുമെന്നും സൂര്യൻ അപ്പോഴും അവിടെ തന്നെ ഉണ്ടാവുമെന്നും നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ഋഷീശ്വരന്മാരാണ്. 90 വയസ്സിനുള്ളിൽ 2500 ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ ചെയ്ത ഭാഗവത ഹംസം മള്ളയൂർ തിരുമേനി തൃപ്പാദങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു നേരം ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജന്മതിഥി, ജന്മനക്ഷത്രം, ജനിച്ച ദിവസം, ഇത് 3ഉം വരുമ്പോൾ ദേവാലയത്തിൽ പാടിനുള്ള വഴിയായി ഒരു വഴിപാട് നടത്തുക. വഴിപാടെന്ന വാക്കിൻ്റെ അർത്ഥം പാടിനുള്ള, ബുദ്ധിമുട്ടിനുള്ള വഴി എന്നാണ്. നമ്മൾ ജനിച്ച തിഥി വളരെ ശ്രദ്ധയോടെ പാലിക്കണം. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, 14 തിഥികൾ. അത് കഴിയുമ്പോൾ പൗർണമി വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അത് കഴിയുമ്പോൾ അമാവാസി. 14ഉം 14ഉം 28ഉം പൗർണമിയും അമാവാസിയും ചേർന്ന് 30 ദിവസം, 2 പക്ഷം, കറുത്ത പക്ഷം, വെളുത്ത പക്ഷം.
അതിൽ നമ്മൾ ജനിച്ചത് ഇപ്പോൾ ഇന്നത്തെ ദിവസം അഷ്ടമിയാണ്. അഷ്ടമി രോഹിണി എന്നാണ് ഭഗവാന്റെ ജന്മതിഥിയെക്കുറിച്ച് പറയുന്നത്. രോഹിണി അഷ്ടമി എന്നല്ല. അപ്പം ജന്മ നക്ഷത്രത്തേക്കാൾ പ്രാധാന്യം തിഥിക്കുണ്ട്. നമ്മുടെ ജന്മതിഥിയിൽ ക്ഷേത്രത്തിലെത്തിയ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അത് മാസത്തിൽ 2 ഉണ്ട്. 2 ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. ജനിച്ചതെന്നാണ്? ഇപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്. മാസത്തിൽ 4 വ്യാഴമുണ്ട്. ആ 4 വ്യാഴാഴ്ചയും എത്തി. ഒരു വ്യാഴാഴ്ച വരുമ്പോൾ അല്പം പുഷ്പം, ഒരു വ്യാഴാഴ്ച വരുമ്പോൾ അല്പം എണ്ണ, ഒരു വ്യാഴാഴ്ച വരുമ്പോൾ ഒരു ചന്ദനത്തിരി, ഒരു വ്യാഴാഴ്ച വരുമ്പോൾ ഒരു കർപ്പൂരം. ജീവിതത്തിൽ ഇരുട്ടുണ്ടാവരുത്, ജീവിതത്തിൽ സുഗന്ധപൂരിതമായ അനുഭവങ്ങൾ ഉണ്ടാവണം. ഒരു നിമിഷമേ ജീവിച്ചുള്ളെങ്കിലും അത് കർപ്പൂര ദീപം പോലെ ജ്വലിച്ചുകൊണ്ടായിരിക്കണം. ഈ പ്രാർത്ഥനയോടെ ജനിച്ച ദിവസം എത്തുന്നു. അപ്പം 4 ദിവസവും 2 തിഥിയുമായി, 4ഉം 2ഉം 6. ജനിച്ച നക്ഷത്രം, ഇപ്പം ഇന്നത്തെ നക്ഷത്രം അശ്വതിയാണ്. അത് മാസത്തിൽ 1. ആ ദിവസം വന്ന് ഭഗവതിക്ക് ഭഗവാൻ ഒരു നിവേദ്യം. 37 ദിവസം 2 തിഥിയിലും 1 നക്ഷത്രത്തിലും 4 ദിവസങ്ങളിലും എത്തിച്ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജയിക്കാൻ പരീക്ഷയ്ക്ക് 100-ൽ 100 വേണ്ടല്ലോ, 100-ൽ 30-35 മതി. അതുപോലെ ഒരു മാസത്തിൽ 7 ദിവസം വന്ന് പ്രാർത്ഥിച്ച് വഴിപാട് നടത്തിയാൽ തീർച്ചയായും അതിനൊരു പവിത്രതയുണ്ട്, പ്രസക്തിയുണ്ട്. ആ ധർമ്മം പാലിക്കുവാനുള്ള ഒരു വൈശിഷ്ട്യമാണ് നമുക്കാവശ്യം എന്ന് പഠിപ്പിക്കാനും അടുത്ത തലമുറയെ അറിയിച്ചു കൊടുക്കുവാനും 3 ദേവിമാരുടെ ചരിതങ്ങൾ 3 ദേവന്മാരോടൊപ്പം ചേർത്ത് 9 ദിവസം ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് വായിക്കുമ്പോൾ മുതിർന്ന നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സമർപ്പണമായി അത് മാറും. മുതിർന്നവരുടെ കാലം കഴിയുമ്പോൾ തീർച്ചയായും ഈ ദർശനങ്ങളിൽ അവർ ജീവിക്കുകയും അത് വളർന്ന് പടർന്ന് പന്തലിച്ച് താരും തളിരും ചൂടി ഗുരുത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ പാതയിലേക്ക് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതിന് കഴിയുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ ഇതേപോലെയുള്ള സന്ദർഭങ്ങളിൽ ഉണ്ടായാൽ അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ദാഹിച്ചിരിക്കുന്ന ഒരാളിൻ്റെ അടുത്തേക്ക് വെള്ളം ഒഴുകി വരാറില്ല. വെള്ളത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ദാഹം മാറ്റണം. അലഞ്ഞ് ആരാമം തേടി പറന്ന് ആ പൂന്തോട്ടത്തിൽ എത്തി പുഷ്പത്തിൻ്റെ മുകളിലിരുന്ന് തേൻ നുകരുന്ന ഒരന്തരീക്ഷം നമ്മുടെ ഈശ്വരീയ കർമ്മങ്ങളിൽ ഉണ്ടാവണം. അതിന് ദേവീ ഭാഗവത നവാഹയജ്ഞം പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായും അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് അതൊരു ഐശ്വര്യവും ആവേശവും പകരും എന്ന കാര്യത്തിൽ സംശയമില്ല. സമയത്തിൻ്റെ, സൗകര്യത്തിൻ്റെ, സമ്പത്തിൻ്റെ, സന്മനസ്സിൻ്റെ ഒരംശം ദേവീക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ദുരന്തം, ദുരിതം, ദുഃഖം, ദാരിദ്ര്യം, ഈ 4 കാര്യങ്ങൾ ഈശ്വരനും ഭഗവതിയും മാറ്റിത്തരും. അതിനെന്തു വേണം? നമ്മൾ സമർപ്പിക്കുന്ന ഓരോ നിമിഷവും ശ്രേഷ്ഠതരമാണെന്ന് അവർക്ക് തോന്നണം. ചെവികളിലൂടെ നല്ലത് കേട്ട്, കണ്ണുകളിലൂടെ നല്ലത് കണ്ട്, നാവ് കൊണ്ട് നല്ലത് പറഞ്ഞ്, നല്ലതിൻ്റെ മുന്നിൽ 2 കൈകളും ഒരുമിച്ച് ചേർത്ത് നമസ്കരിച്ച് നല്ലതിൻ്റെ ചുറ്റും പാദങ്ങൾ കൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്ന മഹത്തായ സംഗമമായി ദേവാലയങ്ങൾ മാറിയാൽ തീർച്ചയായും ഒരു ദുരന്തവും, ദുരിതവും, ദുഃഖവും, ദാരിദ്ര്യവും കൂടാതെ നമുക്ക് ജീവിതപാതയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഗണപതി ഹോമം നടക്കുമ്പോൾ ഹോമകുണ്ടത്തിനകത്തിരുന്ന തൊണ്ടും ചിരട്ടയും വിറകുമൊക്കെ കത്തിക്കരിഞ്ഞ് ഭസ്മമായി മാറുന്നത് പോലെ നമ്മളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുന്നതിന് ദേവീ ഭാഗവത നവാഹയജ്ഞം ഇന്ന് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു കർമ്മമായി ലോകം മുഴുവൻ അംഗീകരിക്കുന്നു. ആ ഈശ്വരീയ ധർമ്മം പുലർത്തുന്നതിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ആളുകൾ ജാതി നോക്കാതെ, കക്ഷി നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഗാഥ പാടാൻ ഇതേപോലെയുള്ള അനേകം സന്ദർഭങ്ങൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മകരമാസകാലത്ത്, ഉത്തരായന കാലത്ത്, മകരമാസം 1-ാം തീയതി വ്യാഴാഴ്ച രാവിലെ ലോകപ്രശസ്ത ക്ഷേത്രമായ മള്ളയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ബ്രഹ്മശ്രീ ഭാഗവതാചാര്യൻ മള്ളയൂർ പരമേശ്വരൻ നമ്പൂതിരി തൃപ്പാദങ്ങളും അദ്ദേഹത്തിൻ്റെ മകൻ മള്ളയൂർ ശ്രീശിവൻ നമ്പൂതിരിയും ലോകാരാധ്യ ദേവീക്ഷേത്രമായ ചക്കുളത്തുകാവ് അമ്മയുടെ തൃച്ചേവടികളിൽ നിന്ന് ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ അമ്മയുടെ പ്രതിപുരുഷൻ ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ തിരുമേനി തൃപ്പാദങ്ങളും ഭദ്രദീപം തെളിച്ച ഒരു മഹായാഗമാണ് ഇന്ന് 8ാമത്തെ ദിവസം എത്തി നിൽക്കുന്നത്. ഈശ്വരീയമായ ആ ധർമ്മത്തിൻ്റെ പവിത്രതയിൽ ഞങ്ങൾക്കൊക്കെ ഗുരുസ്ഥാനീയനായ കൈതപ്രം തിരുമേനി തൃപ്പാദങ്ങളുടെ ഭാര്യാപിതാവ് കൂടിയായ മലയാള ചലച്ചിത്ര തറവാട്ടിലെ മുത്തശ്ശനായ ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കാലയവനികയ്ക്കുള്ളിൽ വിലയം പ്രാപിച്ച ദിവസം കൂടിയായതുകൊണ്ട് ആ ആത്മാവിനും പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ്
ഈ മഹായജ്ഞം 8-ാം ദിവസത്തെ മധ്യാഹ്ന സന്ധ്യയിൽ എത്തി നിൽക്കുന്നത്. ഗുരുപരമ്പരകളുടെ ചൈതന്യവും ഈശ്വരീയ ധർമ്മത്തിൻ്റെ ഭാവ രാഗ താള ലയങ്ങളും പറക്കോട് അവർവേലിൽ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഭദ്രകാളിയമ്മ, മഹാഗണപതി, മഹാദേവൻ, മഹാവിഷ്ണു, ധർമ്മശാസ്താവ്, യക്ഷിയമ്മ, ബ്രഹ്മരക്ഷസ്, മൂർത്തി, മാടൻ സ്വാമി, നാഗരാജാവ്, നാഗേക്ഷി, ദുർഗാ ഭഗവതി, ഇത്രയും ദേവതകളുടെ സാന്നിധ്യമുള്ള ഈ മഹാക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന ഈ മഹായാഗം നാടിൻ്റെ ഉത്സവമായി മാറിക്കഴിഞ്ഞു. 51 പേർ ദേവി ഭാഗവത ഗ്രന്ഥവുമായി രാവിലെ പാരായണം തുടങ്ങുന്ന 6 മണി മുതൽ വൈകിട്ട് അസ്തമയം ദീപാരാധന വരെ, അത് പൂർത്തീകരിക്കുന്നത് വരെ അവരിയ്ക്കുന്നു. എന്നിട്ട് ഭദ്രകാളിയമ്മയുടെ ദീപാരാധനയും തൊഴുത് നടയടയ്ക്കുമ്പോൾ അവർ കൂപ്പുകൈകളുമായി പ്രസാദം വാങ്ങി നെറ്റിയിലണിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യമുണ്ടാവണേ, ആയുസ്സുണ്ടാവണേ, ആരോഗ്യമുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്ന വലിയ ഒരു ചടങ്ങായി അതിനെ മാറ്റുന്നു. മംഗളകരമായ മകര ഭരണി ആഘോഷം, അതുപോലെ തന്നെ ഈശ്വരീയമായ ധർമ്മത്തിൽ ലളിതാ സഹസ്രനാമം ജപിച്ചുകൊണ്ടുള്ള സർവൈശ്വര്യ പൂജ, ഒരു ദിവസം 3 നേരം വിധിപ്രകാരമുള്ള ചടങ്ങുകൾ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മേൽശാന്തിയും നടത്തിക്കൊണ്ട് ഈ മഹായാഗം ധാർമ്മികമായ പുരോഗതിക്കും ഐശ്വര്യത്തിൻ്റെ അഭിവൃദ്ധിയുടെ ജനക്ഷേമത്തിൻ്റെ മഹത്തായ സോപാനങ്ങളിലേക്ക് സാധാരണ ജനങ്ങൾക്ക് കൈപിടിച്ച് കയറുവാനുള്ള ചവിട്ടുപടിയായി ആ മഹായജ്ഞം മാറുകയാണ്. ഈ നവാഹയജ്ഞത്തിന് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകളുണ്ടാവണം, നിങ്ങളുടെ എല്ലാം സഹകരണമുണ്ടാവണം എന്ന് വിനയപുരസരം അപേക്ഷിച്ചുകൊണ്ട് ദേവി ഭാഗവത നവാഹയജ്ഞത്തെക്കുറിച്ചും ഈ ക്ഷേത്രത്തെക്കുറിച്ചും ശ്രവിച്ച എല്ലാവർക്കും നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഈ മധ്യാഹ്ന സന്ധ്യയിൽ സൂര്യഭഗവാനെ സാക്ഷി നിർത്തി, വൈകിട്ട് കാണുന്ന അഷ്ടമി ചന്ദ്രനെ സാക്ഷി നിർത്തി എല്ലാ കുടുംബങ്ങളിലും സർവ്വ സൗഭാഗ്യവും അമ്മ ഭഗവാനോടൊപ്പം ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാലമരണങ്ങൾ അകപ്പെടാതെ, വൈധവ്യ ദുഃഖം വനിതമാർക്ക് വരാതെ, ഭാര്യാവിയോഗം പുരുഷന്മാർക്ക് വരാതെ, മക്കളെ അമ്മയും അച്ഛനും അനുഗ്രഹിക്കുന്ന വണ്ണം മഹാവിഷ്ണു മഹാലക്ഷ്മിയോടൊപ്പം, മഹാദേവൻ പാർവതിയോടൊപ്പം, ബ്രഹ്മദേവൻ സരസ്വതി ദേവിയോടൊപ്പം ഈ 9 ദിവസം നമ്മളെയെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. കുളിർപുഞ്ചിരി തൂകുന്നോൾ നിത്യ സുസ്ഥിര യൗവന സർവസമ്പത്തേകുമ്പോൾ നാനാ ഗുണമെഴുന്നവൾ ശുദ്ധയാ മഹാലക്ഷ്മി തന്നെ ധ്യാനിപ്പു ഞാൻ സദാ. ഏവം ധ്യാനിച്ചു പൂജിച്ചു ഭക്ത്യാ വേദവിധിപ്പടി പ്രശസ്തം വിവിധം ശ്രേഷ്ഠം 16 ഉപചാരവും മന്ത്രപൂർവം നൽകി ദേവിക്ക് ഓരോന്നായിട്ടു വാസവ കിടയറ്റുള്ള രത്നങ്ങൾ വധിച്ചാൽ അത്ഭുതമാംവിധം വിശ്വകർമാവ കൃതം ഈ ആസനം സ്വീകരിക്കതീ ശുദ്ധം ഗംഗാജലമിതാ സർവേഷ്ട സർവമന്ദിതം സർവപാപഹരം സ്വീകരിച്ചാലും മലർമാനിനി. തീർത്ഥപദങ്ങളുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ദേവാലയ വിശേഷവുമായി തീർത്ഥപദം അടുത്തയാഴ്ച ഇതേ സമയം. നന്ദി. പ്രശസ്ത ടെലിവിഷൻ അവതാരകൻ